Hello guys, after a long time I am back with another vlog. ഇന്ന് നമ്മൾ പോകുന്നത് ലഡാക്കിലേക്കാണ്. ഇൻഷാല്ലാ. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഇന്ന് രാവിലെ ഇവിടെ എത്തി. ഇന്ന് നൈറ്റ് 8:30ക്കാണ് ഫ്ലൈറ്റ്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ലേയിലേക്ക്, ഡൽഹി ടു ലേ. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ ഇൻഷാല്ലാ ലേയിലെത്തും. ഒരുപാട് കാലം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ലേ ലഡാക്ക് ബൈക്ക് റൈഡ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ് ഇൻഷാല്ലാ. ഇതാണ് ബാംഗ്ലൂർ കമ്പഗോഡ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ച്. ഇതാണ് ഫുഡിൻ്റെ ഏരിയ. ഞാനും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് ചിക്കൻ എടുത്തു, പിന്നെ റൈസ് കാര്യങ്ങളെല്ലാം എടുത്തു. ലൈവായിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദോശ, ചപ്പാത്തി, ഓംലെറ്റ് കാര്യങ്ങളൊക്കെ. ലോഞ്ചിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡെസേർട്ട്സ് ആയിട്ടും ഡ്രിങ്ക്സ് ആയിട്ടും ഫ്രൂട്ട്സ്, പല പല ടൈപ്പ് ഡിഷസ്. എനിക്കെല്ലാം കൂടെ തിന്നായില്ല. പണ്ടത്തെ നബിയിലാണെങ്കിൽ എല്ലാം ഓരോ ഒരു പിടിയെങ്കിലും എല്ലാം പിടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കഴിയൂല. ഇപ്പോൾ കുറച്ച് റൈസ് എടുത്ത് പിന്നെ ബാക്കി എന്നോട് പറ്റുന്നത് കഴിക്കുള്ളൂ. പണ്ടത്തെ പോലെ കഴിയില്ല. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ ഡെസേർട്ട് മാത്രം എടുത്ത്. ഒരുപാട് വേറെയും ഐറ്റംസ് ഉണ്ട്, ഞാൻ ഇതിൽ ഒതുക്കി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ ടി വിയും കണ്ട് കുറച്ച് നേരം കിടന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ഏതായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. എൻ്റെ ഇപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോ കാണുന്ന ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കും. പക്ഷേ എനിക്കിത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. നാളെ രാവിലെ ലേയിലെത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രിങ്ക്സും അതേപോലെ പാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ബാഗിലേക്ക് എടുത്തിട്ട് എല്ലാം കഴിഞ്ഞു. എക്സിറ്റിലേക്ക് പോവാം. മതി, ഇന്നത്തേക്കുള്ളതായി. വേൾഡ്സ് വൺ ഓഫ് ദ ഹയസ്റ്റ് എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ലേ എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ പാക്കേജ് എടുത്തതാണ്. അപ്പോൾ അവർ എയർപോർട്ടിലേക്ക് വന്ന് പിക്ക് ചെയ്ത് അവരുടെ വണ്ടിയിൽ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ലേയിലെ റൂമിലെത്തി. ഇതാണ് റൂമിൻ്റെ പുറമേ ഉള്ള വ്യൂ കാണിച്ചു തരാം. ചുറ്റും മലകളും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് നമ്മുടെ ഈ ഒരു സെറ്റപ്പ്. ഇത് ബാൽക്കണി ആട്ടെ ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഹൈവാ, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും ചെറിയൊരു വ്യൂ ഉണ്ട്. ബെറ്റ് കെറ്റിലെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ദിവസം ഇവിടെ റെസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡല്ല. ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അഡാപ്റ്റ് ആവാൻ വേണ്ടി ഇന്ന് ഫുൾ ഇവിടെ റെസ്റ്റാണ്. എന്നിട്ട് നാളെ മുതലാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, എക്സ്പെഡിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെയും ഉറങ്ങിയില്ല, മിനിയാന്നും മര്യാദയ്ക്കൊന്നും ഉറങ്ങിയില്ല. മിനിയാന്ന് ബസ്സിൽ ഉറക്കാം. ഇന്നലെ പിന്നെ ഫുൾ എയർപോർട്ടിലായിരുന്നു. ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ പിന്നെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ തിരിഞ്ഞു കളിച്ച് ഒരു പോള കണ്ണ് ഇന്നലെ അടച്ചില്ല. അപ്പോൾ അതിൻ്റെ എഫക്ട്സ് കണ്ണിലും ഒക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് ഉറങ്ങി ശരിയാക്കണം, എന്നെങ്കിലേ ബാലൻസ് ആവുള്ളൂ. ബാക്ക് ടു ട്രാക്ക് ആക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഹിയർ വി ഗോ. ലഡാക്ക് ഡേയ്സ്. ഇതാണ് സ്റ്റേ. ഇവിടെ പുറത്ത് കുറച്ച് ഹിമാലയൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇതുമ്മലായിരിക്കും നമ്മുടെ റൈഡ് മിക്കവാറും. ബാക്കിൽ കുറച്ച് വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പോയേക്കാം. നമ്മുടെ ഗൈഡ്. ഹായ്, നമ്മുടെ ഗൈഡ്സാ. ഇവിടെ എന്താ സംഭവം?
തണുപ്പടിച്ച് കയറുന്നുണ്ട് കേട്ടോ കളെ. ഹായ്. മലകളുടെ ഇടയിൽ ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകി പോന്ന ഹൈവ. ഇവിടെ നിന്നിങ്ങനെ കാണാൻ നല്ല രസമാണ്. ആ ഒരു തണുപ്പ് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇവിടെ ഇതാ കുറച്ച് പുല്ല് കാര്യങ്ങളൊക്കെ, നല്ല പച്ചപ്പ്. ആഹാ. രാവിലെ 9:30 ആകുമ്പോൾ ഉറങ്ങിയതാ. ഇപ്പോൾ സമയം 6:30 ഇത്രയും നേരം ഫുൾ കംപ്ലീറ്റ് ഉറക്കമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒന്ന് ളുഹുർ മസ്റിയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് പിന്നെയും കിടന്നു. ഇപ്പം വൈകുന്നേരം അങ്ങ് നോക്കൂ, ക്ലൗഡും മഞ്ഞൊക്കെ മിക്സ്ഡാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ, നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന്. നാളെ നമുക്ക് റൈഡിന് പോകാനുള്ള ബൈക്കുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ നല്ല ടോപ്പ് വണ്ടികളുണ്ട്. അപ്പോൾ അതിനുള്ള അടിയാണ് നടക്കുന്നത്. ചിലതൊക്കെ ഭയങ്കര ബോർ വണ്ടികളുണ്ട്, അതായത് റെൻ്റ് ബൈക്കല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോഴേക്കും നമുക്കുള്ള ഡിന്നർ റെഡി ആയിരുന്നു കേട്ടോ. ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇത് കാലിയാ റൈസ്. ലഡാക്കിലെ 2ാമത്തെ ദിവസം. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ലേയിൽ ഇവിടെ കുറച്ച് ലോക്കൽ ഏരിയാസിൽ കറങ്ങും. ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് മ്യൂസിയം, ഹോൾ ഓഫ് ഫെയിം. ഇന്നത്തെ ആദ്യത്തെ സ്പോട്ട്. ഇതൊക്കെ ഒറിജിനൽ സാധനം കേട്ടോ, പണ്ട് ഇവർ യൂസ് ചെയ്ത സാധനങ്ങളാണ്. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. വാർ ഗാലറി, ഹീറോസ് ഗാലറി, സൊവനീർ ഷോപ്പ്. 125 റുപ്യ ടിക്കറ്റ് കൊടുത്ത് കയറിയതാണ്. ഞാൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ടിക്കറ്റ്. ഇതാണ് ടിക്കറ്റ്. ഇതിവിടുന്ന് കിട്ടിയൊരു സാധനം. ഇത് സഫർ. മഹാവീർ ചക്ര. ഇതാണ് മഹാവീർ ചക്ര. ലഫ്റ്റനൻറ്റ് കേണൽ കുശാൽ ചന്ദിന് പ്രസൻറ്റഡ് ബൈ ഹിസ് ഫാമിലി. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ടെറൈൻ മോഡൽ. Different types of armory. പാകിസ്ഥാനി റോക്കറ്റ് ലോഞ്ചർ. ഈ വ്ളോഗൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഇതെന്താ മെഷീന്? പാകിസ്ഥാനി. ഇതെന്താ പാകിസ്ഥാൻ്റെ പേരിൽ ഗണ്ണൊക്കെ ഇന്ത്യയിൽ? പിടിച്ചെടുത്ത പാകിസ്ഥാനി ഗൺ മെഷീൻ ക്യാപ്ചർഡ് അറ്റ് ജബാർ ഹെയ്റ്റ്സ് ഡ്യൂറിങ് കാർഗിൽ വാർ. കാർഗിൽ വാറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗണ്ണാണിത്. എന്തല്ലേ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇതും കാർഗിൽ വാറിൻ്റെ സമയത്ത് തന്നെ പിടിച്ചെടുത്തതാണ്. ഈ ഗണ്ണ് ഒരു മിനിറ്റ്. ഈ ഗണ്ണ് ഇത് ഓരോ വാറിൻ്റെ സമയത്ത് അത് ചൈനീസ് വെപ്പൺസ്. അടിയിട്ടു. ഇതെന്താ? OP വിജയ് ഓഫ് OP റെക്കോർഡ്സ്. OP റെക്കോർഡ്സ്. ഓ
അവിടെ സുവനീർ ഷോപ്പ്, അവിടെ നല്ല റേറ്റ് ആയിരിക്കും. നമുക്ക് പോവാം, നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം. उस दौरान 1999 से पहले पत्थर के ऊपर से चलना पड़ता था, कोई रास्ता ही नहीं. ഇവിടെ ഒരാൾ ഹിന്ദിയിൽ ഹുത്തുബ ചൊല്ലുന്നു. ഈ നിൽക്കുന്ന ആൾക്കാരുടെ ഗൈഡാണത്. അയാളെ കയ്യിൽ ഒരുപാട് മെഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ എന്തോ പുള്ളിയാണ്. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ, ഇവിടുത്തെ ചരിത്രവും ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ, എക്യുപ്മെൻസും പരിപാടികളൊക്കെ. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയകളിൽ പണ്ടത്തെ പട്ടാളക്കാരൊക്കെ സർവൈവ് ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു മഴ. അതിനുശേഷം ഒരു വലിയ കുന്നിറങ്ങി വന്നിട്ട് ഈ ഒരു റിവർ ബാങ്കിലെത്തി. ഇവിടെ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ദ വേൾഡ്സ് ഹയസ്റ്റ് റാഫ്റ്റിംഗ് പോയിന്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടോപ്പിൽ നിൽക്കുന്ന റാഫ്റ്റിംഗ് പോയിന്റ് ആണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സംഗം പോയിന്റ്. അതായത് ഇൻഡസ് റിവർ ഇല്ലേ, അതായത് സിന്ധു, ആ റിവറും സൻസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു റിവറുണ്ട്. ഈ രണ്ട് റിവറും കൂടി ചേരുന്ന സ്പോട്ടാണ്. റാഫ്റ്റിംഗ് ഇന്ന് ഇല്ല. ഈ ക്ലൈമറ്റിൽ റാഫ്റ്റിംഗ് അലോഡും അല്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര തണുപ്പാണ്. ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചായയും മാഗിയൊക്കെ കഴിച്ചു, ഫ്രഷപ്പായി പോവാ. ഇവിടെയൊക്കെ ഒരുപാട് പേരുണ്ട്. ഇതാ വണ്ടിയിലൊക്കെ റാഫ്റ്റിങ്ങിൻ്റെ വണ്ടി. ബോട്ടുകളെല്ലാം കട്ടപ്പുറത്താണ്, ഒന്നും ഇറക്കാൻ പറ്റില്ല. ഹാ, ഇതാരാ? ഞാൻ മൂത്രിക്കണ്ട അവിടെ മേലെ ടോയ്ലറ്റ്. ഇവിടെ നമ്മൾ ചായ അടിച്ചു ഇതിൻ്റെ അകത്തുനിന്ന്. അവിടെ എഴുതിച്ചുണ്ടോ, ബ്രോ അറ്റ് യുവർ സർവീസ്, പ്രൈഡ് ഓഫ് ദി നേഷൻ, ഹോപ്പ് യു എൻജോയ്ഡ് ദ റൈഡ്. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ചായക്കട. ഇവിടുന്ന് ഫ്ലാസ്കിലായിരിക്കും ചായ, നമുക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം. ലാസ്റ്റ് കൗണ്ട് പറഞ്ഞ് പൈസ കൊടുത്താൽ മതി. വേറൊരു കാര്യം, ലേഹ് റിവർ കോൺഫ്ലുവൻസ് എന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇൻഡസ് റിവർ ബ്ലൂ ടൈപ്പ് വാട്ടറാണ്, അതേപോലെ സൻസ്കർ ആ ഒരു മഡി ടൈപ്പും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആവുന്ന ഒരു സ്പോട്ടായിരുന്നു ഇത്. ബട്ട് ഇപ്പോൾ ഇവിടെ വെതർ മോശമായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആ ബോർഡ് കണ്ടോ, മാഗ്നറ്റിക് ഹിൽ. ആ കാണുന്നത് ഒരു മാഗ്നറ്റിക് ഹില്ലാണല്ലോ. അതായത് നമ്മൾ ബൈക്കായിട്ട് മല കയറുകയാണെങ്കിൽ അവിടെ ഓരോ സ്പോട്ടുകൾ ഉണ്ടാവും മാർക്ക് ചെയ്ത്. അവിടെ ബൈക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്ലോപ്പ് ഏരിയയാണ്, ബൈക്ക് നമ്മളവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് താഴോട്ട് വീഴില്ല. അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതാണ് അതിൽ പറയുന്നത്. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. അതിനുശേഷം ഒരു ടെമ്പിൾ ഉണ്ട്, അപ്പോൾ അവിടെ ഇറങ്ങി. പക്ഷേ നമുക്കാർക്കും പോകാനൊരു മൂഡില്ല. അത് അങ്ങ് ടോപ്പിലാണ് ബുദ്ധ ടെമ്പിൾ. അപ്പോൾ ഇവിടുന്ന് കാണാം. കുറച്ച് ചൂട് പിടിക്കണം. ഒരു ഷോപ്പിലേക്ക് കയറി കുറച്ച് ചൂട് പിടിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുള്ളൂ. ഇതാണ് ഡിന്നർ, മാഗിയും ഓംലെറ്റും. ഹിയർ വി സ്റ്റാർട്ട് മാഗി ഡേയ്സ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ചെറുതായിട്ട് മഞ്ഞ് പെയ്താണ്. സ്കൈ കാണുന്നുണ്ടല്ലോ. ഇന്നലെ ഫുൾ മഴയായിരുന്നു. ഇന്നലെ മഴയായിട്ട് ആകെ മടുത്ത് തണുത്ത്
വിറച്ചിട്ട് റൂമിൽ കയറി എന്നല്ലേ ഈവനിങ്. ഇന്ന് ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോൾ കുറച്ച് ക്ലിയർ സ്കൈ ഒക്കെ ഇടയിൽ കാണുന്നുണ്ട്, അവിടെ സൂര്യനും കാണുന്നുണ്ട്. ഇന്ന് നല്ലൊരു ഡേ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ ഇവിടുന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് മഴ. പിന്നെ അങ്ങനെ പോകുന്നതിനനുസരിച്ച് മഴ കൂടെ തന്നെ, ഭയങ്കര മഴ. ഷൂ വെള്ളം നിറഞ്ഞ്, ഷൂ പിന്നെ ആ നിറഞ്ഞ വെള്ളം കൊണ്ടാണ് പിന്നെ നല്ല പോയത്. ഷൂവിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ കാലങ്ങ് നിൽക്കുന്നത്, ഷൂവിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ട് മൊത്തം നനഞ്ഞ്. ജാക്കറ്റ് ഉണ്ട്, മറ്റേ റൈഡിങ് കേസ് എല്ലാം ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ എല്ലാം വെള്ളം കയറി. അങ്ങനെ പിന്നെ ഇന്നലെ മുഷിഞ്ഞു പോയി. പിന്നെ ലാസ്റ്റ് എങ്ങനെയെങ്കിലും റൂമിലേക്ക് എത്തിയാൽ മതി എന്നായി. പിന്നെ റൂമിലെത്തി. ഫുൾ ആറിയിട്ട് അവിടെ ഹീറ്ററുണ്ട്. ഒരു ഹീറ്ററുള്ളൂ, നമ്മൾ 3 റൂമിലാണ് നിൽക്കുന്നത്, ഒരു ഹീറ്ററുള്ളൂ. അപ്പോൾ ആ ഹീറ്ററിൻ്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റാക്കി ഓരോരുത്തർ ഷൂവും സോക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണക്കാൻ വെച്ച് ഇന്നലെ കടന്നതാ. ഒന്ന് പോയി നോക്കണം എന്തായി. ബാക്കിയെല്ലാം നല്ല നനഞ്ഞു പോയി. ഇന്ന് നല്ലൊരു ഡേ. ഞാൻ നല്ലൊരു ഡേ എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങളവിടെ മൈൻഡിൽ വെച്ചിട്ടോ, പിന്നീട് ആവശ്യം വരും. ഇന്ന് നമ്മൾ പോകുന്നത് നുബ്ര വാലിയിലേക്കാണ്. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലുള്ള ഒരു കോൾഡ് ഡെസേർട്ടാണ്. അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടി ഒരു ഹൈ പാസ് കടക്കണം. കർദുങ്ക്ല പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈ പാസ്. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻ്റെ ഇടയിലും, അതായത് മൗണ്ടെയിൻ ക്രോസ് ചെയ്തിട്ട് പോകുന്ന റോഡുകൾക്കാണ് പാസസ്, ഹൈ പാസസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇവിടെ ലേല തന്നെ ഉള്ള ഒരു മാർക്കറ്റിൽ നിന്ന് റെയിൻകോട്ട്, ബൂട്ട്, അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തി. പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി, പഴം അങ്ങനത്തെ. കാരണം ഹൈ പാസ്സാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്തായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. ചെറിയൊരു മാർക്കറ്റാണിത് ലേല. യെസ്, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നോഫോൾ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഞാൻ മുന്നേ വന്നപ്പോഴൊന്നും സ്നോഫോൾ കണ്ടില്ല. സ്നോൻ്റെ മേലെ കൂടെ കുറേ ഉരുണ്ട് മറിഞ്ഞെന്നല്ലാതെ ഇതാദ്യമായിട്ടാണ്. വൗ. അങ്ങനെ കർദുങ്ക്ല ടോപ്പിലെത്തി രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇവിടേക്ക് എത്തിയൊരു ആ ഒരു റൈഡ് ഭയങ്കര റിസ്കി റൈഡായിരുന്നു. രാവിലെ മഴ ഉണ്ടല്ലോ, അങ്ങനെ മഴ അങ്ങനെ പെയ്ത് തുടങ്ങി. മഴ കൂടി ലാസ്റ്റ് ഈ ഒരു ഹൈ പാസ്സാണല്ലോ നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഹാഫ് ആയപ്പോൾ മഴ മാറി മഞ്ഞായി. ആദ്യമൊക്കെ മഞ്ഞ് നല്ല ആവശ്യമായിരുന്നു, നേരത്തെ കണ്ടില്ലേ. അത് കഴിഞ്ഞ് പിന്നെ മഞ്ഞ് കൂടാൻ തുടങ്ങി, ഭയങ്കര മഞ്ഞ്. പിന്നെ മഞ്ഞിലാണല്ലോ ഈ ബൈക്ക് ഓടിച്ച് പോരുന്നത്, ഒറ്റയ്ക്ക് ഹാൻഡിൽ പിടിച്ചിട്ട്. ഗ്ലൗ ഒക്കെ ഉണ്ട്, പക്ഷേ ഗ്ലൗ ഒന്നുമല്ല. റോഡ് കാണുന്നുമില്ല, കയ്യും കാലൊക്കെ വറക്കുന്നു. എങ്ങനെയെങ്കിലും നുബ്ര വാലിയിൽ എത്തിയാൽ മതി എന്നായി. ലാസ്റ്റ് ഈ സ്പോട്ടിലെത്തി രക്ഷപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്ന ആൾക്കാർ കുറച്ച് ചൂട് പിടിക്കാൻ വേണ്ടി ഇരിക്കും. ഇങ്ങനെ ഇതിൻ്റെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോൾ ആദ്യം ഇരുന്ന ആൾക്കാർ മാറി കൊടുക്കണം. ഭയങ്കര റഷാണ് ഇവിടെ. ആ ഒരു റെഡ് പാജി കണ്ടില്ലേ, റെഡ് ക്യാപ്പിട്ടെ, അയാൾ ഭയങ്കര സപ്പോർട്ടീവ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ ഓരോന്നിന് പറ്റുന്ന ഓരോ പൊടിക്കൈകളൊക്കെ മൂപ്പര് പറഞ്ഞു തരും. എന്നിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ഭയങ്കര മൂപ്പര ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു കൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി. പിന്നെ പുറത്ത് മഞ്ഞ് പെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് എങ്ങനെ ഉള്ളിലിരിക്കുക. പുറത്തിറങ്ങി പിന്നെ തുടങ്ങിയില്ലേ മഞ്ഞിലെ കളികൾ. ഞാനിപ്പോൾ ഉള്ളത് കർദുങ്ക്ല പാസിലാണ്. അതായത് സീ ലെവലിന് 18,350 ഫീറ്റ് ഹൈറ്റിൽ. ഇവിടെ വെതർ ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. സ്നോഫോൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്നോ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നിൽക്കാൻ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ വന്നത് മുതൽ ഇതുവരെ സ്നോ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇനിയും സ്നോഫോൾ കൂടുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ഇവിടെ ഈ ഒരു ചെറിയൊരു
ഒരു സ്പോട്ട് കാണാം. ആ സ്പോട്ട് കാണിച്ചു കൊടുക്ക്. ഈ ഒരു സ്പോട്ട് കിട്ടിയതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ജീവിച്ച് കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും അവസ്ഥയാണ് ഗൈസ്, ഒന്നും പറയാൻ കഴിയുന്നില്ല. ഭയങ്കര തണുത്ത് വറച്ചിരിക്കുകയാണ് ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ഡൗൺ ആകുമ്പോൾ വീണ്ടും ഉള്ളിൽ പോയി ഇരുന്നിട്ട് ചൂട് പിടിക്കും. പിന്നെ ഒന്ന് റെഡി കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ലോകത്തിലെ രണ്ടാമത്തെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണിത്. അപ്പോൾ എല്ലാവരും എടുക്കുന്ന പോലെ ഞാനും എടുത്ത് ആ ഒരു ബോർഡിൻ്റെ മുന്നിൽ നിന്ന് ഒരു അടിപൊളി ഫോട്ടോ. ഈ കർദുങ്ക്ല പാസ്സാണ് നുബ്രവാലിയിലേക്കും അതേപോലെ സിയാച്ചൻ ഗ്ലേഷ്യർ ഉണ്ട്, ഇവിടേക്കൊക്കെ ഉള്ളൊരു മെയിൻ സപ്ലൈ റൂട്ട്. എല്ലാവരും ടയേർഡായി. ഈ പാസ് ക്രോസ് ചെയ്തിട്ട് അങ്ങ് നുബ്രാവലിയിലേക്കും പോകാൻ പറ്റില്ല, തിരിച്ച് ലേയിലേക്കും ബൈക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റില്ല. അത്രയും ഭയങ്കരമായിട്ട് ബേൺഡ് ഔട്ടായി. അപ്പോൾ പാക്കേജിൻ്റെ അവരെ വിളിച്ചപ്പം അവർ വാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ബൈക്ക് വാനിൽ കയറി ചെയ്യാനും ബാക്കി ഉള്ള ബൈക്ക് ഇവിടെ വെച്ചിട്ട് തിരിച്ച് ലേയിലെ റൂമിലേക്ക് തന്നെ ഇന്ന് പോകണം. വേറെ ഒരുപാട് പേര് ബൈക്ക് സ്ലിപ്പായി വീണിട്ട് കാലിലും കയ്യിലൊക്കെ മുറി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ബ്ലഡ് ഒലിക്കുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ സ്പോട്ടും പിന്നെ നേരത്തെ കണ്ട ആ ഒരു കഫേയും, കഫേ എന്ന് പറഞ്ഞാൽ മിലിറ്ററിൻ്റെ കഫേ. നോർമൽ ആൾക്കാർ സാധാരണക്കാരൊന്നും ഇവിടെ നിൽക്കില്ല, മിലിറ്ററിക്കാരാണ് ആ കഫേ നടത്തുന്നത്. പിന്നെ മേലെ കുറച്ച് ഇതേപോലത്തെ ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയാനല്ലേ, കയപ്പ് കയപ്പാ എനിക്ക്, വേറൊന്നും ഇല്ല അറിയാതെ. ഇവിടെ ഈ ഗ്രിൽസ്മേൽ തൂങ്ങി കിടക്കുന്ന മഞ്ഞ് കണ്ടില്ലേ, ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ തണുപ്പ് എത്രത്തോളം ഉണ്ട് എന്ന്. ഞാൻ ശ്വാസം എടുക്കുന്നത് കണ്ടില്ലേ, ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ വേർഡ്സും നല്ല രീതിയിൽ വരുന്നില്ല. എനിക്ക് വേണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ പുതപ്പിൻ്റെ ഉള്ളിൽ പൊതച്ച് കിടന്നുറങ്ങാം. എനിക്കുള്ള ഭക്ഷണവും വെള്ളം എല്ലാ കാര്യങ്ങളും എൻ്റെ മുന്നിൽ തന്നെ എത്തും. ഒരു റിസ്ക്കും ഇല്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്ത് ഈസി എല്ലാം ചെയ്ത് പോയാൽ മതി. ബട്ട് ഈ സാധനങ്ങളൊക്കെ കാണിച്ചോട്ടെ അങ്ങോട്ട് സൺലൈറ്റ് വരുന്നുണ്ട്. ഇതുവരെ നല്ല വെയിലായിരുന്നു, നല്ല സ്നോഫോളായിരുന്നു. വാക്കുകളൊക്കെ തെറ്റുന്നുണ്ട്. നല്ല സ്നോഫോളായിരുന്നു, നല്ല കാറ്റും ബാക്കി ഫുൾ റഷായിരുന്നു അവിടെ മൊത്തം. പക്ഷെ ഇപ്പോൾ ചെറിയ സൺലൈറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക്. സീ ലെവലിൽ നിന്ന് ഇത്ര 18,300 ഫീറ്റ് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അതും സ്വന്തമൊക്കെ ഓരോരുത്തരായിട്ട് സോളോ റൈഡ് ചെയ്തിട്ട് ഹാൻഡിലൊക്കെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ പറഞ്ഞാൽ മതി. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് കാലും ഫുള്ള് വെള്ളത്തിലാണ് ഉള്ളത്. മൊത്തം സ്ട്രെയിൻ ചെയ്ത് സോളോ റൈഡ് അടിച്ചിട്ടാണ് ഇത്രയും ടോപ്പിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ റിസ്ക് എന്താ പറയുക, ബോഡീൻ്റെ ഉള്ളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബാക്കി മൊത്തം മരവിച്ച് കിടക്കുകയാണ്. ഗൈസ്, ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ ആസ്വദിക്കണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അതായത് ബോഡി ഇതുമായിട്ട് അഡാപ്റ്റായി, അപ്പോൾ നോർമലായി, ഒരു പ്രശ്നമില്ല. പിന്നെ അഥവാ എല്ലാം സിവിയർ ആവുകയാണെങ്കിൽ ആ കഫേയിൽ കുറച്ച് നേരം ഇരുന്ന് പുറത്തിറങ്ങിയാൽ എല്ലാം റെഡിയാവും. ഇവിടെ കണ്ടോ, ഡു നോട്ട് സ്റ്റേ ഹിയർ ഫോർ മോർ ദാൻ 5 minutes. നമ്മൾ ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ നിന്നിട്ടുണ്ടാവും ഇവരെ വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ അവർ വന്ന് അവരുടെ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ച്
ലേയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജനൊക്കെ കയറ്റുന്നുണ്ട്, കുറേ എണ്ണം ചത്ത് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഇയാളാണ് നമ്മുടെ പാക്കേജ് കോർഡിനേറ്റർ. അങ്ങനെ താഴെ ലേയിലെത്തി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു കഫേയിൽ കയറിയതാണ്.